ബോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നവതിരുപ്പതിയിലെ 4ാമത്തെ അമ്പലമായ ഇരട്ട തിരുപ്പതി, അതിൽ രാഹുവിൻ്റെ അമ്പലത്തിൽ, രാഹു എന്ന് പറയുന്ന തമിഴിൽ രാഹുവിൻ്റെ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ അമ്പലം നമ്മുടെ ആദ്യത്തെ ശ്രീ വൈകുണ്ഠത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2 അമ്പലങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇരട്ട തിരുപ്പതി എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ദർശനത്തിലോട്ട് കിടക്കാം. ഈ അമ്പലത്തിലെ ടൈമിംഗ് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും, അതിനുശേഷം നട അടച്ചതിന് ശേഷം 1 മണി മുതൽ 5 മണി വരെയും ഇവിടെ ദർശനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും, മറ്റുള്ള അമ്പലത്തിലെ പോലെ തന്നെ. ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരത്ത് തന്നെ വേറൊരു അമ്പലം കൂടെ ഉണ്ട്. അതും ഇരട്ട തിരുപ്പതിയിൽ കേതുവിൻ്റെ അമ്പലമാണ്. നമ്മളിവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ അമ്പലത്തിലെ ദർശനം. ഇപ്പം 4ഉം 5ഉം ഇരട്ട തിരുപ്പതി രണ്ടും അടുത്തടുത്താണ്. അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴാൻ എളുപ്പമാണ്. ഇതും നല്ല വിശാലമായൊരു അമ്പലമാണ്. എല്ലാം കല്ലുകൊണ്ട് തന്നെയുള്ള അമ്പലമാണ്. അമ്പലത്തിൻ്റെ ദർശനമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാം കല്ലിൽ പണിത അമ്പലമാണ്, അതും തമിഴ് സ്റ്റൈലിൽ. ഈ നവതിരുപ്പതി ദർശനം വരുന്നവർ തിരുനെൽവേലിയിൽ റൂം എടുത്തിട്ട് അല്ലെങ്കിൽ തിരുനെൽവേലിയിൽ രാവിലെ എത്തിയിട്ട് ഒരോട്ടോ പിടിച്ചിട്ട് ദർശനം നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ 9 അമ്പലങ്ങളും ദർശനം നടത്താൻ പറ്റും. ഞങ്ങളങ്ങനെ ഒരു ഓട്ടോ, സെൽവൻ്റെ ഒരു ഓട്ടോയിലാണ് ഈ ദർശനത്തിനെല്ലാം തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ 5ാമത്തെ തിരുപ്പതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് 5ാമത്തെ തിരുപ്പതി. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നമസ്കാരം, ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 73 ബൈ ബൈ.